ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. പാഞ്ചാലി സ്വയംവരം തുടർച്ച. സർവവും ഉപേക്ഷിച്ചു പാഞ്ചാലപുത്രിയായ ദിവ്യകന്യക തന്നെ കൊണ്ടുപോയി കൊള്ളുവാനിപ്പോൾ എന്തൊരു കഴിവെന്നതൊഴിഞ്ഞു നിർവന്മാർക്കു ചിന്തയില്ലേതും മറ്റു സന്തതം മനക്കാമ്പിൽ. ദേവകൾ വിമാനങ്ങൾ തോറും ആകാശമാർഗെ ദേവികളോടും വന്നു നിറഞ്ഞു മുനികളും ഹരിയും ഹലിയും വൃഷ്ണ്യന്ധഭോജന്മാരും അരികെ യതുകരു ഭൂപതിയോടും തത്ര ഭൂതിതന്നുള്ളിൽ മേവും കനൽക്കട്ടകൾ പോലെ ഭൂദേവന്മാരായി മേവും പാണ്ഡുനന്ദനന്മാരെ മാധവൻ അറിഞ്ഞുതൻ അഗ്രജൻ തന്നെ കാട്ടി ചേതസി സന്തോഷമുണ്ടായതു മുസലിക്കും. വാദ്യനാദങ്ങൾ കൊണ്ടു ലോകവും മുഴങ്ങുന്നു. പാർത്ഥിവന്മാരും മദനാർത്ഥന്മാരായാരല്ലോ. വില്ലെടുത്താർക്കും കുലയ്ക്കായില നിർവന്മാർക്കു വല്ലാതെ തമ്മിൽ തമ്മിൽ നോക്കിയങ്ങടങ്ങിനാർ. ചേതീശനായ ദമഹോഷജൻ ശിശുപാലൻ മേദിനീപതി വീരൻ വേഗമോടെഴുന്നേറ്റു വില്ലെടുത്താശു കുലച്ചിടുവാനൊരുമ്പെട്ടു. മെല്ലവേ മാഷ മാത്രം അടുത്തോരനന്തരം കുലച്ചു കുടഞ്ഞങ്കം ഉയർത്തു വശം കെട്ടു നിലത്തു വെച്ചു വാങ്ങിപ്പോയവൻ അടങ്ങിനാൻ. വൻപനാം ജരാസന്ധൻ കോപ്പിട്ടു ചെന്നു നേരെ ഗംഭീരഭാവത്തോടും വില്ലതു കുലപ്പാനായി എടുത്തു വളച്ചൊരു കടുകിൻ മണി മാത്രം അടുത്ത നേരം ദൂരെ മറിഞ്ഞു വീണിടിനാൻ. എല്ലെല്ലാം നുറുങ്ങിത്തൻ മുഴങ്കാലതും പൊട്ടി പല്ലെല്ലാം ഇളകി വന്നോരു ചോരയും തുപ്പി. വില്ലും വെച്ചതു നേരം നാണിച്ചു വാങ്ങിപ്പോന്നാൻ. അല്ലൽ കൊണ്ടപ്പോൾ തന്നെ പോയവൻ പുരിപുക്കാൻ. ശല്യരും ചെന്നു കുലച്ചിടുവാൻ മുഗ്ധമാത്രം മെല്ലവേ അടുത്തപ്പോൾ സാധ്യമല്ലെന്നു കണ്ടു വില്ലും വെച്ചടങ്ങിനാൻ. അന്നേരം വൈവർത്തനൻ എടുത്തു രോമമാത്രമടുത്തു ഗുണമപ്പോൾ പടുത്തും കുറഞ്ഞവൻ മറിഞ്ഞു വീണിടിനാൻ. ഇത്തരം വില്ലാളികളാകിയ നൃപേന്ദ്രന്മാരത്തൽ പൂണ്ടെല്ലാവരും പിന്നെയങ്ങടങ്ങിനാർ. ഭൂസുരജനം വൃദ്ധി നായകന്മാരെ പരിഹാസമോടോരോതരം ഭർഷിച്ചു തുടങ്ങിനാർ. കൂടിയ നിർവന്മാരിൽ കേവലമൊരുവനും പാടവമേറുമെന്നു വന്നീല ചിത്രം ചിത്രം. വില്ലിതു കുലയ്ക്കായിലാർക്കുമേ നൃപേന്ദ്രന്മാരെല്ലാരും ഒരുപോലെ വന്നതും നന്നു നന്നു. തുല്യന്മാരത്രേ ഇവരെല്ലാരും നല്ലരല്ലോ. വല്ലഭത്തിനു കുറവില്ലൊരുവർക്കുമിടൂ. കല്ലുകൾ കനകവുമെന്തിനു ചുമക്കുന്നിതല്ലൽ പൂണ്ടെല്ലു നുറങ്ങിയിടുവാൻ സുയോധനൻ പോയതു ജരാസന്ധൻ നാണവും കെട്ടു. ദന്തം പോയതു മഹാജനമാരുമേ അറിയായ്വാൻ. ഇത്തരം ബഹുവിധം ബ്രാഹ്മണരോരോരോ ദിശി പൃഥ്വീശന്മാരെ പ്രശംസിച്ചാക്ഷേപിക്കും നേരം ഉത്തമനായ പാർത്ഥനു ഉത്ഥാനം ചെയ്തു ചൊന്നാൻ. പൃഥ്വീദേവന്മാരെല്ലാം കേൾക്കണമെൻ്റെ വാക്യം. ക്ഷത്രിയ വീരന്മാർക്കു വില്ലിതു കുലയേറ്റി ശസ്ത്രങ്ങൾ കൊണ്ടു യന്ത്രം ഛേദിപ്പാൻ അരുതെങ്കിൽ കന്യക തന്നെ വിവാഹം ചെയ്യുന്നതുമില്ല. നിർണയമെന്നു വന്നാൽ നന്നല്ലിതൊന്നുകൊണ്ടും മന്നവന്മാരാൽ സാധ്യമല്ലെന്നു വരികിൽ നാം ഒന്നുണ്ടു വേണ്ടു പുനരേതുമേ മടിയാതെ
നമ്മളാരെടുത്തു വിൽ കുലച്ചു യന്ത്രം ഭേദിച്ച മധുമൊഴി വിവാഹം കഴിക്കയും വേണം. നിർജ്ജരപതിസുതൻ അർജുനൻ അതു നേരം വിജ്വര മനസാ ബാണാസനം സജ്ജം കർത്തും സജ്ജനസഭം വന്ദിച്ചുത്ഥാനം ചെയ്തിടിനാൻ. ഉജ്ജ്വലിച്ച വിജ്വാല സത്വരം പൊങ്ങും പോലെ വിപ്രന്മാരതു നേരം മേൽപ്പുടവയും വീശി വിഭ്രമം ദ്വിജകുമാരൻ എന്തുണ്ടാവാനെന്നാൽ അകൃത്യമിതമിതം കൃത്യമെന്നുള്ളതൊന്നും പ്രകൃത്യ ബലഹീനനാമിവനെന്നറിവില്ല. ബാലകനാഗതന ശ്മശ്രുവാം വടുവിനു കാലദേശാവസ്ഥാതിഭേദബുദ്ധിയുമില്ല. ശല്യകർണാദികളാൽ സാധ്യമല്ലാതെയുള്ള വില്ലതു കുല ചെയ്തു യന്ത്രത്തെ മുറിപ്പാനായി. വില്ലൊരു നാളും തൊട്ടിട്ടില്ലാതെ ഭൂമിദേവൻ നിർലജ്ജൻ തുനിഞ്ഞതും എത്രയും അന്ധകാരം. അസ്ത്രജ്ഞന്മാരാം ധനുംവേദപാരകന്മാർ ക്ഷത്രിയ വീരന്മാർക്കു പരിഹാസത്തിനുള്ളു. നമ്മളാരൊക്കെ പരിഹാസ്യന്മാരായി വന്നിടും. ദുർമതമേറും ദ്വിജബാലകഭ്രാന്തി മൂലം ബ്രഹ്മചാബല്യം വലുതെന്നതുകൊണ്ടു നാമി ബ്രഹ്മവാദിയെ പറഞ്ഞടക്കിയിടുക വേണം. സാധിക്കും ഇവൻ തനിക്കെങ്കിലും ഭൂപാലന്മാർ ബാധിക്കും നമ്മെ പുനരെന്തിനു വേണ്ടിയതും. പെണ്ണിനെ ഇവനു കിട്ടിയിടുകയില്ലയല്ലോ നിർണയം യന്ത്രമെയ്തു മുറിച്ചാനെന്നാകിലും. ദോഷമെല്ലാം കൊണ്ടും ശേഷമുള്ളതു നമ്മെ ദ്വേഷവും ഉണ്ടായി വരും. ഭൂപതി വീരർക്കെല്ലാം ഇത്തരം ചിലർ പറഞ്ഞിടിന് നേരം പുനരുത്തരം അതിൽ ചിലർ സത്വരം ചൊല്ലിടിനാൻ. വേദങ്ങൾ കൊണ്ടു സാധ്യമല്ലാതെ എന്തൊന്നുള്ളൂ. വേദജ്ഞന്മാർക്കു കിഞ്ചിൽ കാര്യമില്ല സാധ്യമായി. എത്രയും ശ്രീമാനിവൻ നാഗേന്ദ്ര സമനല്ലോ സുസ്ഥിരൻ. പീനസ്കന്ധനാജാനു ബാഹുയുഗൻ വിസ്തൃത വക്ഷസ്ഥലൻ വൃത്തോരുദണ്ഡധരൻ. ശക്തിമാൻ ബ്രഹ്മക്ഷത്ര തേജസ്വീ യുവാവേറ്റം. ശക്തിയില്ലായിലിതു ഭാവിക്കയില്ല എന്നും സിദ്ധമല്ലായക തന്നെയല്ലെന്നു ധരിച്ചാലും ബ്രാഹ്മണർക്കസാധ്യമായില്ലൊരു കർമ്മങ്ങളും സാമ്യമില്ലവരുടെ മാഹാത്മ്യത്തിനുമേതും. ജലമാരുത ഫലമൂലാഹാരന്മാരിവർ ബലഹീനന്മാരതുകൊണ്ടെന്നു നിനക്കേണ്ട. ബലമാകുന്നതെല്ലാം ബ്രഹ്മതേജസ്സിൻ ബലം. ഫലമില്ല ബ്രഹ്മതേജസ്സിനാം ബലം കൊണ്ടും. ബ്രാഹ്മണനൊന്നുകൊണ്ടും അവമന്തവ്യനല്ല. ബ്രാഹ്മണനൊന്നുകൊണ്ടും അവമന്തവ്യനല്ല. കാർമുക വേദോപദേശങ്ങളും അവർക്കത്രേ. ഈ വണ്ണം ബഹുവിധം ബ്രാഹ്മണർ പറയുമ്പോൾ കാർവർണ്ണൻ മുഖാംബുജം പാർത്തു ദേവേന്ദ്രാത്മജൻ അഗ്രജന്മാരോടനുവാദവും കൊണ്ടു മാദ്രേയാഗ്രജൻ കനിഷ്ഠന്മാർ തമ്മയും കടാക്ഷിച്ചാൻ. രംഗത്തെ പ്രവേശിച്ചു ചെയ്തുടൻ പ്രദക്ഷിണമംഗജാരാദി ശിഷ്യനാം ദ്രോണാചാര്യൻ തൻ കഴലിണ ഭക്ത്യാ വന്ദിച്ചു നമസ്കരിച്ചങ്കജൻ. കരിമ്പുവില്ലെടുത്തു കുലയേറ്റി ബാണങ്ങളഞ്ചും തൊടുത്തെയ്തതുപോലെ പാർത്ഥൻ. കാണികൾ ചിത്രം ചിത്രമെന്നു ചൊല്ലിയിടും നേരം ഇടുത്തു ചാപം പൊടി തുടച്ചു കുലച്ചുടൻ തൊടുത്തു ബാണമഞ്ചും വലിച്ചു യന്ത്രമെയ്തു മുറിച്ചു ചിതശ്രമം നിന്നിടുന്നതു നേരം. കറുത്തു ഭാവം നാനാധരിത്രീശന്മാർക്കെല്ലാം പുഷ്പവൃഷ്ടിയും ചെയ്താം.
ശിരസി ദേവഗണം അപ്പോഴേ പാഞ്ചാലിയും മാലയുമിട്ടേടിനാൾ. ചിൽപുരുഷാനുഗ്രഹാൽ സൽപുരുഷേന്ദ്രൻ പാർത്ഥൻ ക്ഷിപ്രം ദ്രൗപദിയോടും ബ്രാഹ്മണരോടും കൂടി നിർഗമിച്ചിതു രംഗത്തിങ്കൽ നിന്നുടൻ. നൃപവർഗവും ക്രുദ്ധിച്ചിതു വെറുതെ വെറുപ്പോടെ. പാഞ്ചാലൻ പടയോടും പാർത്ഥൻ സഹായമായി വാഞ്ചയ കൂടെ കനിഞ്ഞരികെ മരുവിനാൻ. ഓം നമോ ഭഗവതേ വാസുദേവായ.